കുഞ്ഞു കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ അമ്മു. എല്ലാവർക്കും കടലോളം കഥകളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഓണാവധി തുടങ്ങിയോ? സ്കൂളൊക്കെ അടച്ചല്ലേ? ഇനി കുറച്ച് ദിവസങ്ങൾ അടിപൊളിയായിട്ട് ഓണാഘോഷിക്കാമല്ലോ. പക്ഷെ കുഞ്ഞുങ്ങളെ, എന്തിനാ നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നേ? ഓണത്തിന് പിന്നിൽ ഒരു മനോഹരമായ കഥയുണ്ട്. മാവേലി തമ്പുരാന്റെ കഥ. വരൂ, നമുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോവാം. വളരെ 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 കാലങ്ങൾക്ക് മുമ്പ് ദേവന്മാരും അസുരന്മാരും ഉണ്ടായിരുന്നു. പണ്ടുകാലത്തെ പുരാണ കഥകളിൽ നമ്മൾ ദേവന്മാരെയും അസുരന്മാരെ കുറിച്ചും കേൾക്കാറുണ്ട്. ദേവന്മാരെന്ന് പറഞ്ഞാൽ നല്ല ആളുകളാണ് കേട്ടോ. അവർ സ്വർഗലോകത്താണ് താമസിക്കുന്നതെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. സ്വർഗമെന്ന് പറയുന്നത് ദേവന്മാരുടെ മനോഹരമായ ലോകമാണ്. അവിടെ ദേവന്മാരുടെ രാജാവാരാണെന്നറിയോ? ഇന്ദ്രൻ. ഇന്ദ്രനും മറ്റു ദേവന്മാരും വസിക്കുന്നു. അസുരന്മാരെന്ന് പറഞ്ഞാൽ ഇത്തിരി തിന്മകളൊക്കെ ചെയ്യുന്ന, അല്ലെ ഇത്തിരി കുരുത്തക്കേടൊക്കെ ചെയ്യുന്നവരാണ് ഈ അസുരന്മാർ. പക്ഷെ കുഞ്ഞുങ്ങളെ, അസുരന്മാരെല്ലാവരും മോശക്കാരൊന്നും അല്ല കേട്ടോ. നല്ല മനസ്സുള്ള അസുരന്മാരും ഒക്കെ ഉണ്ട്. അത്തരത്തിലൊരാളായിരുന്നു ആരാന്നറിയോ? നമ്മുടെ മഹാബലി തമ്പുരാൻ. വളരെ കാലങ്ങൾക്ക് മുമ്പ് മഹാബലി ഒരു വലിയ രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹം തൻ്റെ ജനങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ആരും വിശന്നൊന്നും ഇരുന്നിട്ടില്ല. ആരും മറ്റാരെയും ചതിച്ചില്ല. ആരെയും പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വേർതിരിച്ചിട്ടില്ല. എല്ലാവരും സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിച്ചു. അതുകൊണ്ട് ജനങ്ങൾ മാവേലി തമ്പുരാനെ ഒരുപാട് സ്നേഹിച്ചു. അവർ സന്തോഷത്തോടെ പാടി: മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മഹാബലി നല്ല രാജാവായിരുന്നു. അതോടൊപ്പം അദ്ദേഹം വളരെ ശക്തനായ രാജാവുമായിരുന്നു. അദ്ദേഹം തൻ്റെ ശക്തി കൊണ്ട് ഭൂമിയും സ്വർഗവും ഉൾപ്പെടെ 3 ലോകങ്ങളും കീഴടക്കി എന്ന് പുരാണ കഥകളിൽ പറയുന്നുണ്ട്. അങ്ങനെ സ്വർഗത്തിൻ്റെ രാജാവായ ആരായിരുന്നു നമ്മൾ പറഞ്ഞേ? സ്വർഗത്തിൻ്റെ രാജാവാണ് ഇന്ദ്രൻ. ഇന്ദ്രനും മറ്റു ദേവന്മാർക്കും അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടു. ദേവന്മാർക്ക് ആകെ ആശങ്കയായി. അവർ മഹാവിഷ്ണു ഭഗവാന്റെ അടുത്തെത്തി. ഭഗവാനെ, ഞങ്ങളെ സഹായിക്കണമേ. മഹാവിഷ്ണു കാര്യങ്ങളെല്ലാം കേട്ടു. മഹാബലി നല്ല മനസ്സുള്ള രാജാവാണെന്ന് ആർക്കറിയായിരുന്നു? മഹാവിഷ്ണുവിന് അറിയായിരുന്നു. എന്നാൽ ദേവന്മാർക്ക് അവരുടെ സ്ഥാനം തിരികെ കൊടുക്കണ്ടേ? അങ്ങനെ മഹാവിഷ്ണു ഒരു ചെറിയ ബാലന്റെ രൂപം സ്വീകരിച്ചു. ആരായിരുന്നറിയാമോ ആ ബാലൻ? വാമനൻ മഹാബലിയുടെ അടുത്തെത്തി. ഒരു ദിവസം മഹാബലി ഒരു വലിയ യാഗം നടത്തുമായിരുന്നു. അപ്പോഴാണ് ഒരു ചെറിയ ബാലൻ അവിടേക്ക് വന്നത്. കയ്യിൽ ഒരു ചെറിയ കുടയുണ്ട്. മുഖത്ത് നല്ല പുഞ്ചിരിയും. മഹാബലി ബാലനെ സ്നേഹത്തോടെ സ്വീകരിച്ചു. കുഞ്ഞേ, നിനക്ക് എന്താണ് വേണ്ടത്? മഹാബലി തമ്പുരാൻ ചോദിച്ചു. വാമനൻ പറഞ്ഞു: മഹാരാജാവേ, എനിക്ക് വലിയതൊന്നും വേണ്ട. എനിക്ക് 3 ചുവടുകൾ കൊണ്ട് അളക്കാവുന്നത്ര ഭൂമി മാത്രം മതി. 3 ചുവടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽപാദമില്ലേ, ആ കാൽപാദം കൊണ്ട് 3 തവണ കാൽപാദം വെച്ച് എണ്ണിയാൽ എത്ര സ്ഥലം കിട്ടുമോ അത്രയും സ്ഥലം മതി എന്ന് ആരാ പറഞ്ഞത്? വാമനൻ. ആ കുഞ്ഞു ബാലൻ്റെ കാലിൽ വെച്ച് 3 ചുവട് നടത്തിയാൽ എത്ര കിട്ടാനാ കുഞ്ഞുങ്ങളെ? കുഞ്ഞു സ്ഥലം മതി. ആ ബാലനൊന്ന് ഇരിക്കാൻ പാകത്തിനുള്ള സ്ഥലം മതി എന്നാണ് ആര് പറഞ്ഞത്? വാമനൻ പറഞ്ഞത്. ഇത് കേട്ട മഹാബലി തമ്പുരാൻ ചിരിച്ചു. അത്രയും സ്ഥലം മതിയോ? തീർച്ചയായും തരാം എന്നാര് പറഞ്ഞു? മഹാബലി തമ്പുരാൻ. അടുത്ത നിമിഷം വാമനൻ വളരാൻ തുടങ്ങി. വളർന്നു വീണ്ടും വളർന്ന് അവസാനം ആകാശം തൊടുന്നത്ര വലുതായി.
എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. വാമനൻ ആദ്യത്തെ കാല് വെച്ചു. അപ്പം ഭൂമി മുഴുവൻ അളന്നു. പിന്നെ രണ്ടാമത്തെ കാല് വെച്ചപ്പോഴത്തേക്കും സ്വർഗവും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചുവട് വെക്കാൻ സ്ഥലമില്ല. വാമനൻ ചോദിച്ചു, മഹാബലി, മൂന്നാമത്തെ ചുവട് എവിടെ വെക്കണം? മഹാബലി തമ്പുരാൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് തല കുനിച്ചു പറഞ്ഞു, വാമന, ഞാൻ വാക്ക് നൽകിയതാണ്. എൻ്റെ വാക്ക് തെറ്റിക്കത്തില്ല. മൂന്നാമത്തെ ചുവട് എൻ്റെ തലയിൽ വെച്ചോളൂ. തൻ്റെ വാക്ക് പാലിക്കാൻ മഹാബലി തമ്പുരാൻ സ്വന്തം ശിരസ് തന്നെ സമർപ്പിച്ചു. വാമനൻ്റെ മൂന്നാമത്തെ ചുവട് മഹാബലിയുടെ ശിരസിൽ പതിച്ചു. അങ്ങനെ മഹാബലി പാതാളത്തിലേക്ക് പോയി. പക്ഷേ കുഞ്ഞുങ്ങളെ, മഹാബലി പാതാളത്തിലേക്ക് പോയതൊരു ശിക്ഷയായി മാത്രം കാണേണ്ടതില്ല. മഹാബലിയുടെ നല്ല മനസ്സും ദാനശീലവും വാക്കുപാലിക്കലും കണ്ട മഹാവിഷ്ണു അദ്ദേഹത്തിൽ സന്തുഷ്ടനായി. എന്നിട്ട് മഹാബലിക്ക് പാതാളത്തിൽ ഒരു മനോഹരമായ രാജ്യം നൽകി. മാത്രമല്ല, മഹാവിഷ്ണു തന്നെ മഹാബലിയെ സംരക്ഷിക്കാൻ അവിടെ ഉണ്ടാകുമെന്നും അനുഗ്രഹിച്ചു എന്നാണ് പുരാണ കഥകളിൽ പറയുന്നത്. എന്നാൽ മഹാബലിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണെന്നറിയോ? തൻ്റെ ജനങ്ങളെ കാണുക. മഹാബലി ചോദിച്ചു, ഭഗവാനെ, എനിക്ക് എൻ്റെ ജനങ്ങളെ ഒരുപാട് സ്നേഹമാണ്. അവരെ കാണാൻ എനിക്ക് ഭൂമിയിലേക്ക് വരാൻ കഴിയുമോ? മഹാവിഷ്ണു പുഞ്ചിരിച്ചു. മഹാബലി, വർഷത്തിൽ ഒരിക്കൽ നിനക്ക് നിന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ കാണാൻ ഭൂമിയിലേക്ക് വരാം. മഹാബലിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഓണം വന്നു. അന്നു മുതൽ മലയാളികൾ വിശ്വസിക്കുന്നു, തിരുവോണ നാളിൽ മഹാബലി തമ്പുരാൻ തൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ കാണാൻ കേരളത്തിലേക്ക് വരുന്നു. മഹാബലി വരുമ്പോൾ നമ്മൾ പൂക്കളം ഒരുക്കുന്നു, കുഞ്ഞുങ്ങൾ പുതിയ വസ്ത്രം ധരിക്കുന്നു, ഓണപ്പാട്ടുകൾ പാടുന്നു, ഓണസദ്യ കഴിക്കുന്നു, എല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുന്നു. എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട മാവേലി തമ്പുരാനെ സ്നേഹത്തോടെ വരവേൽക്കാൻ വേണ്ടിയാണ്. കുഞ്ഞുങ്ങളെ, മാവേലിയുടെ കഥ നമ്മളെ എന്താ പഠിപ്പിക്കുന്നേ? എല്ലാവരെയും സ്നേഹിക്കണം, ആരെയും വേർതിരിച്ച് കാണരുത്. കഴിയുന്നിടത്തോളം മറ്റുള്ളവരെ നമ്മൾ സഹായിക്കണം. നമ്മൾ നൽകിയ വാക്കുകൾ പാലിക്കുകയും ചെയ്യണം. കാരണം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്നറിയോ? നമ്മുടെ നല്ല മനസ്സാണ്. അങ്ങനെ കുഞ്ഞു കൂട്ടുകാരെ, ഓരോ വർഷവും തിരുവോണ നാളിൽ നമ്മുടെ പ്രിയപ്പെട്ട മാവേലി തമ്പുരാൻ നമ്മളെ കാണാൻ വരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾക്കും ഒരു മനോഹരമായ പൂക്കളം ഒരുക്കണ്ടേ? മാവേലി തമ്പുരാനെ സ്നേഹത്തോടെ വരവേൽക്കണ്ടേ? എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ നിങ്ങളുടെ അമ്മു. നാളെ മറ്റൊരു പുതിയ കഥയുമായി കടലോളം കഥകൾ വീണ്ടും വരാം. അതുവരെ ഗുഡ് നൈറ്റ് കുഞ്ഞു കൂട്ടുകാരെ.